പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിന്റെ ദൈവമോ അതോ സമാധാനത്തിന്റെ ദൈവമോ? അക്രമം നിറഞ്ഞ ലോകത്ത് അവിടുത്തെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയ സഹോദരങ്ങളെ, യുദ്ധങ്ങളും തർക്കങ്ങളും കോപവും ഭിന്നതയും സാധാരണമായി തോന്നുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആത്മീയരായ ആളുകൾക്കിടയിൽ പോലും ആരംഭം മുതൽക്കേ യുദ്ധങ്ങളുണ്ട്, യേശുവിന്റെ കാലത്ത് പോലും അതുണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ യഹോവ യുദ്ധവീരനാകുന്നു, പുറപ്പാട് 15:3 എന്ന തിരുവചനത്തെ ഉദ്ധരിച്ചോ സംഘർഷങ്ങളെ ന്യായീകരിക്കുന്ന സ്വരങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ വായിക്കുമ്പോൾ നാം ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടമാണോ അതോ മനുഷ്യന്റെ പാപം കാരണം അവിടുന്ന് ഇടപെടേണ്ടി വരുന്ന ഒന്നാണോ? നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം. ബൈബിൾ ദൈവത്തെ ഒരു യോദ്ധാവ് എന്ന് വിളിക്കുമ്പോൾ അതെ, തിരുവെഴുത്തുകൾ പറയുന്നു യഹോവ യുദ്ധവീരൻ. യഹോവ എന്നത് അവന്റെ നാമം, പുറപ്പാട് 15:3. എന്നാൽ ഇത് എപ്പോഴാണ് പറയപ്പെട്ടത്? ദൈവം ഇസ്രായേൽ ജനതയെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷമാണിത്. ദൈവം യുദ്ധം ചെയ്തത് രാജ്യങ്ങൾ പിടിച്ചടക്കാനല്ല, മറിച്ച് മർദ്ദിതരെ മോചിപ്പിക്കുവാനായിരുന്നു. വീണ്ടും നാം വായിക്കുന്നു, ഈ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. 2 ദിനവൃത്താന്തം 20:15. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. 1 ശമൂവേൽ 17:47. ദൈവം തന്റെ ഉടമ്പടി ജനത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിച്ചപ്പോഴാണ് ഈ വാക്കുകൾ പറയപ്പെട്ടത്. വെളിപ്പാട് 19:11 പോലും ക്രിസ്തു യുദ്ധം ചെയ്യുന്നത് നീതിയിലാണ്. അത് ക്രൂരതയിലോ അധികാരമോഹത്തിലോ പ്രതികാരത്തിലോ അല്ല, മറിച്ച് തിന്മയെ അന്തിമമായി പരാജയപ്പെടുത്താനുള്ള നീതിപൂർവമായ ഇടപെടലാണത്. അതുകൊണ്ട് തിരുവെഴുത്തുകൾ ദൈവത്തെ ഒരു യോദ്ധാവായി ചിത്രീകരിക്കുമ്പോൾ അത് അക്രമത്തെ മഹത്വപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പകരം ദൈവം അനീതിക്കെതിരെ നിലകൊള്ളുന്നു എന്നാണ് അത് കാണിക്കുന്നത്. മർദ്ദനം അവസാന വാക്കായി മാറരുതെന്ന് കരുതിയാണ് അവിടുന്ന് പോരാടുന്നത്. ദൈവം യുദ്ധത്തിൽ പ്രവേശിക്കുന്നത് തിന്മയെ തടയാനാണ്, അല്ലാതെ രക്തച്ചൊരിച്ചിൽ ആഘോഷിക്കാനല്ല. മാനുഷിക സംഘർഷങ്ങളുടെ ദുരന്തം. ശമൂവേൽ 2:14 മുതൽ 16 വരെയുള്ള വേദഭാഗം ചിന്തിക്കുക. 24 യുവാക്കൾ പരസ്പരം പോരാടുന്നു. ഓരോരുത്തരും തന്റെ എതിരാളിയെ പിടിച്ച് വാളുകൊണ്ട് കുത്തുന്നു. ഫലം എന്തായിരുന്നു? എല്ലാവരും ഒരുമിച്ച് വീണ് മരിച്ചു. കൊന്നവനും കൊല്ലപ്പെട്ടവനും 2 പേരും മരിച്ചു. അവിടെ വിജയമില്ല, ആഘോഷമില്ല, വെറും നഷ്ടം മാത്രം. ബൈബിൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രശംസയോടെ അല്ല, മറിച്ച് ഗൗരവമേറിയ നിശബ്ദതയോടെയാണ്. ഇത് മത്സരത്തിന്റെയും അഹങ്കാരത്തിന്റെയും നിരർത്ഥകതയുടെ ചിത്രമാണ്. യുദ്ധം ഇരുപക്ഷത്തെയും നശിപ്പിക്കുന്നു. ചരിത്രത്തിലുടനീളം ഇതൊരു മുന്നറിയിപ്പായി നിലകൊള്ളുന്നു. ദാവീദും ദൈവാലയവും. ഇനി ഇതിലും ആഴമേറിയ ഒരു കാര്യം ചിന്തിക്കാം. ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവൻ ധീരനായിരുന്നു. ദൈവത്തിന്റെ സഹായത്തോടെ അവൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി. എന്നിട്ടും യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ ദാവീദ് ആഗ്രഹിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നീ എൻ്റെ നാമത്തിന് ഒരാലയം പണിയരുത്. നീ വലിയ യുദ്ധങ്ങൾ ചെയ്ത് ഭൂമിയിൽ വളരെ രക്തം ചൊരിയിച്ചിരിക്കുന്നു. 1 ദിനവൃത്താന്തം 28:3. ഇത് ശ്രദ്ധേയമാണ്. ദാവീദിന്റെ യുദ്ധങ്ങൾ ദൈവത്തിന്റെ ചരിത്രപരമായ ഉദ്ദേശങ്ങൾക്കുള്ളിലായിരുന്നിട്ട് പോലും രക്തച്ചൊരിച്ചിൽ ഉള്ള ഒരിടത്ത് തന്റെ വാസസ്ഥലം സ്ഥാപിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവാലയം പണിതത് യോദ്ധാവായ ദാവീദല്ല, മറിച്ച് ശലോമോൻ ആണ്. ശലോമോൻ എന്ന പേര് വരുന്നത് ശാലോം, സമാധാനം എന്ന വാക്കിൽ നിന്നാണ്. ദൈവത്തിന്റെ ആലയം സമാധാനത്തിലാണ് പണിയപ്പെടുന്നത്. അത് അവിടുത്തെ പരമമായ ആഗ്രഹം വെളിപ്പെടുത്തുന്നു. കൊല ചെയ്യരുത്. യേശു ഇതിനെ ആഴത്തിൽ പഠിപ്പിക്കുന്നു. 6-ാമത്തെ കൽപ്പന പറയുന്നു,
കൊല ചെയ്യരുത്, പുറപ്പാട് 20:13. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രത്സാഹ് എന്ന എബ്രായ പദം അന്യായമായ കൊലപാതകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായതിനാൽ ജീവന്റെ വിശുദ്ധിയെ അത് സംരക്ഷിക്കുന്നു. ജീവൻ വിശുദ്ധമാണ്. എന്നാൽ യേശു ഇതിനെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു. മത്തായിയുടെ സുവിശേഷം 5:21-22 വാക്യങ്ങളിൽ അവിടുന്ന് പറയുന്നു, കൊല ചെയ്യരുത് എന്ന് പണ്ടുള്ളവരോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, തൻ്റെ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. യേശു യുദ്ധക്കളത്തെ പുറത്തുനിന്നും ഹൃദയത്തിനുള്ളിലേക്ക് മാറ്റുന്നു. യഥാർത്ഥ യുദ്ധം രാഷ്ട്രങ്ങൾ തമ്മിലല്ല, മറിച്ച് കോപവും കരുണയും തമ്മിലാണ്. അഹങ്കാരവും വിനയവും തമ്മിലാണ്. വെറുപ്പും സ്നേഹവും തമ്മിലാണ്. മനുഷ്യഹൃദയത്തിനുള്ളിലെ യുദ്ധം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പുറത്തെ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും. ബൈബിളിൻ്റെ പൂർണ്ണമായ ഒരു ദിശ. ബൈബിൾ ആരംഭിക്കുന്നത് ഒരു തോട്ടത്തിലാണ്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തിൽ. പിന്നീട് പാപം പ്രവേശിക്കുന്നു, പിന്നാലെ അക്രമവും. കയീൻ ഹാബേലിനെ കൊല്ലുന്നു. എന്നാൽ ബൈബിൾ അവസാനിക്കുന്നത് യുദ്ധത്തിലല്ല, മറിച്ച് പുനഃസ്ഥാപനത്തിലാണ്. യെശയ്യാവ് പ്രവചിക്കുന്നു, ജാതി ജാതിക്കെതിരെ വാളോങ്ങുകയില്ല, അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യെശയ്യാവ് 2:4. വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് കണ്ണുനീരില്ലാത്ത, മരണമില്ലാത്ത ഒരിടത്താണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തിരുവെഴുത്തുകളുടെ ദിശ സമാധാനത്തിലേക്കാണ്. ദൈവം പോരാട്ടങ്ങളിൽ ഇടപെട്ടേക്കാം, എന്നാൽ അവിടുത്തെ അന്തിമ ലക്ഷ്യം യുദ്ധത്തിന്റെ ആവശ്യകത തന്നെ ഇല്ലാതാക്കുക എന്നതാണ്. ക്രൂശ് ദൈവത്തിന്റെ ആത്യന്തിക തന്ത്രം. ദൈവം ദാസ്യത്തിൽ സന്തോഷിക്കുന്നവനായിരുന്നുവെങ്കിൽ ക്രൂശ് ഉണ്ടാകുമായിരുന്നില്ല. ക്രൂശിൽ ക്രിസ്തു തൻ്റെ ശത്രുക്കളെ കൊല്ലുകയല്ല ചെയ്തത്, അവിടുന്ന് അവർക്ക് വേണ്ടി മരിക്കുകയാണ് ചെയ്തത്. അതാണ് ദൈവത്തിൻ്റെ അന്തിമ വിജയം. മനുഷ്യനെ തകർക്കുന്നതല്ല, മറിച്ച് അവനെ വീണ്ടെടുക്കുന്നതാണ് വിജയം. പ്രതികാരമല്ല, മറിച്ച് ത്യാഗപൂർണമായ സ്നേഹമാണ് വിജയം. ഏറ്റവും വലിയ യുദ്ധം ജയിക്കുന്നത് വാളുകൊണ്ടല്ല, മറിച്ച് കീഴടങ്ങലിലൂടെയാണെന്ന് ക്രൂശ് വെളിപ്പെടുത്തുന്നു. അക്രമത്തിലൂടെയല്ല, മറിച്ച് നീതിയിലൂടെയാണ്. ആധുനിക ലോകത്തിനുള്ള ഇന്നത്തെ സന്ദേശം. അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് എങ്ങനെ നല്ല ഊർജം നൽകാൻ കഴിയും? ഈ സത്യങ്ങൾ നമ്മൾക്ക് വിളിച്ചു പറയാം. ദൈവം പോരാടുന്നത് നീതിക്ക് വേണ്ടിയാണ്, അഹങ്കാരത്തിനല്ല. ദൈവം മർദ്ദിതരെ സംരക്ഷിക്കുന്നു. ദൈവം തിന്മയെ തടയുന്നു. ദൈവം ജീവന്റെ വിശുദ്ധിയെ വിലമതിക്കുന്നു. ദൈവം സമാധാനം ആഗ്രഹിക്കുന്നു. കോപം നാശമായി മാറുന്നതിന് മുമ്പ് അതിനെ കീഴടക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു. യേശു പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5:9. തർക്കിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ, നശിപ്പിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ, സമാധാനമുണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ ഉള്ളിലെ യുദ്ധത്തെ അഹങ്കാരം, കോപം, കയ്പ്, നാം ജയിച്ചാൽ അത് പുറത്തുള്ള സമാധാനത്തിന് കാരണമാകും. കുടുംബങ്ങൾ വിനയം ശീലിച്ചാൽ രാജ്യങ്ങൾ സമാധാനത്തോടെ ശ്വസിക്കും. ഹൃദയങ്ങൾ ക്രിസ്തുവിനായി കീഴടങ്ങിയാൽ സംഘർഷങ്ങൾ കുറയും. ദൈവം യുദ്ധക്കൊതിയന്മാരെ അല്ല വളർത്തുന്നത്, മറിച്ച് ധാർമ്മിക കരുത്തുള്ള സമാധാനപ്രിയരെയാണ്. ദൈവത്തിൻ്റെ അന്തിമ ലക്ഷ്യം സമാധാനമാണെങ്കിൽ ഈ കുഴപ്പങ്ങൾ നിറഞ്ഞ കാലത്ത് നാം എങ്ങനെ ജീവിക്കണം? അതുകൊണ്ട് ഈ അരാജകത്വത്തിൻ്റെ കാലത്ത് പരിഭ്രാന്തിയോടും കടുത്ത ദേഷ്യത്തോടും കൂടിയല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള ധീരതയോടെ നമുക്ക് പ്രതികരിക്കാം. വെറുപ്പില്ലാതെ സത്യം സംസാരിക്കണം. പ്രതികാരമില്ലാതെ നീതി തേടാം. കരുണ കൈവിടാതെ ഉറച്ചു നിൽക്കാം. നമ്മുടെ വീടുകൾ സമാധാനത്തിൻ്റെ ഇടങ്ങളാകട്ടെ. നമ്മുടെ വാക്കുകൾ അളന്നു മുറിച്ചതാകട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കട്ടെ. ലോകം വിറയ്ക്കുമ്പോൾ വിശ്വാസികൾ അചഞ്ചലരായിരിക്കട്ടെ. ശബ്ദങ്ങൾ കഠിനമാകുമ്പോൾ നമ്മുടേത് ജ്ഞാനമുള്ളതാകട്ടെ. ഭയം പടരുമ്പോൾ വിശ്വാസം നയിക്കട്ടെ. ഈ രീതിയിൽ നാം ദൈവത്തിൻ്റെ നീതിയുള്ള പ്രവൃത്തിയിൽ
പങ്കുചേരുന്നു. സംഘർഷത്തിന് തീ പകരുകയല്ല, മറിച്ച് അതിൻ്റെ നടുവിൽ അവിടുത്തെ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായി മാറുകയാണ് നാം ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നീതിയുടെ കർത്താവും സമാധാനത്തിൻ്റെ പ്രഭുവുമായവനെ, അവിടുത്തെ വചനം രക്തച്ചൊരിച്ചിലിൽ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല, മറിച്ച് തിന്മയ്ക്കെതിരെ നിലകൊള്ളുകയും മർദ്ദിതരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തി തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ഹൃദയത്തെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കോപം ഞങ്ങളെ ഭരിക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അഹങ്കാരം ഞങ്ങളെ കഠിനമാക്കുമ്പോൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ശരിയായ പോരാട്ടങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിലെ വെറുപ്പിനെതിരെയുള്ള പോരാട്ടം, നീതിയിലൂടെയുള്ള അനീതിക്കെതിരായ പോരാട്ടം, പ്രത്യാശയിലൂടെയുള്ള നിരാശയ്ക്കെതിരായ പോരാട്ടം, ഞങ്ങളുടെ കൈകളേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഹൃദയങ്ങളെ പരുവപ്പെടുത്തണമേ. അവിടുത്തെ സമാധാനം ഞങ്ങളുടെ വീടുകളിലും സഭകളിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങൾക്കിടയിലും ഭരിക്കട്ടെ. ഞങ്ങളെ സമാധാനത്തിൻ്റെ നിർമ്മാതാക്കളാക്കണമേ. അവിടുത്തെ ശാലോമിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ക്രിസ്തുവിൻ്റെ ക്രൂശ് ഞങ്ങളുടെ മാതൃകയും ശക്തിയുമാകട്ടെ. വാളുകൾ കലപ്പകളായി മാറ്റപ്പെടുന്ന ഭൂമി ദൈവത്തിൻ്റെ അറിവ് കൊണ്ട് നിറയുന്ന ആ ദിവസം വേഗത്തിൽ വരുമാറാകട്ടെ. യേശുവിൻ്റെ നീതിയുള്ളതും സമാധാനപൂർണവുമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനുമാകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ, നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം വാസ്തവമായി നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.